ഞാനും ചേച്ചിയുടെ മോളും കൂടി നമുക്കൊന്ന് ജ്വല്ലറി പോകാമെന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. എന്താണെന്നറിയാമോ, ബസ് കയറാനായിട്ട്. അപ്പോൾ അപ്പുറത്തെ സ്റ്റോപ്പിൽ ഞങ്ങൾ നിന്നില്ല. ഫെറിയിൽ പോയി നമുക്ക് ഇരുന്ന് കയറാമല്ലോ. കാലുവേദനയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് കയറാനൊക്കെ ബുദ്ധിമുട്ടാണ്. അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇത് കണ്ട, ഇത് വരാപ്പുഴ പാലമാണ് കേട്ടോ. ഇതിൽ കൂടി ഒത്തിരി വണ്ടികളൊക്കെ പോയിക്കൊണ്ടിരിക്കണം, കാണാൻ നല്ല രസമാണ് കാണാനൊക്കെ. പിന്നെ അപ്പുറത്തൊക്കെ ആണെങ്കിൽ ഈ ബാറും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അതുപോലെ തന്നെ കുറച്ച് പണിയൊക്കെ ഇപ്പുറത്ത് നടന്നുകൊണ്ടിരിപ്പുണ്ട്. ഈ ബാത്റൂമും കടകളൊക്കെയാണെന്നാണ് പറഞ്ഞത്. എന്തായാലും ആദ്യമൊക്കെ ഉണ്ടായതൊക്കെ പൊളിച്ചൊക്കെ കളഞ്ഞ് പുതിയതായിട്ട് പിന്നെയും പണിയണേന്. അപ്പുറത്ത് കാണുന്ന കരയുണ്ടല്ലോ, മണ്ണന്തുരുത്ത് കരയാണ്. അപ്പോൾ അങ്ങോട്ട് നമുക്ക് എളുപ്പത്തിന് പോകാനൊക്കെ ഒരു ബോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കയറി പോവുകയാണെങ്കിൽ നമുക്ക് അപ്പുറത്തേക്ക് ഇറങ്ങിയ ഓട്ടോയിനൊക്കെ നമുക്ക് ചെട്ടിഭാഗത്തും അതുപോലെ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകാനൊക്കെ പറ്റും കേട്ടോ. ഞങ്ങളിപ്പോൾ എറണാകുളത്തേക്കല്ലേ പോണത്, അതുകൊണ്ട് ഞങ്ങൾ ബസ് കാത്ത് നിൽക്കണേനെ. കുറച്ച് സമയം ഞങ്ങളങ്ങനെ നിന്നായിരുന്നു. അപ്പോഴാണ് പറയണ ഇന്നാ ബസ്സില്ലെന്ന്. അപ്പോൾ എന്താണെന്ന് കാര്യം തിരക്കിയപ്പോൾ പറഞ്ഞതാണ്, അതെന്തോ ഒരു അപകടത്തിലൊരു ചെറുക്കൻ മരിച്ചു പോയായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കണേനെന്ന് പറഞ്ഞ്. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഓട്ടോയിനാണ് കേട്ടോ പോയത്. അത് കഴിഞ്ഞ് ഞങ്ങൾ കമ്പനിപ്പടിക്ക് ചെന്നിട്ടും പിന്നെ മഞ്ഞുമേ വഴിയാണ് ഞങ്ങൾ ബസ്സിന് പോയത്. ഇത് കണ്ട, ഇത് നമ്മുടെ പാടത്തുണ്ടല്ലോ, ഒത്തിരി മീനുണ്ട്, ബ്രാലുണ്ട്, അതുപോലെ കറുപ്പൊക്കെ ഉണ്ട്, പിന്നെ ഇത് പിലോപ്പി, എല്ലാ സംഭവവും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇത് വീശിയൊക്കെ പിടിക്കുകയൊക്കെ ചെയ്തേ. അപ്പോൾ ചേട്ടൻ അപ്പോൾ കുറച്ച് കറിക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. ചത്തിട്ടുണ്ടായില്ല, പെടുക്കണുണ്ട്. അപ്പോൾ ഞാനതിനെ എല്ലാം ചത്തിട്ടുണ്ടോ എന്ന് നോക്കണേന്. അപ്പോൾ പാവം തോന്നി, പാവം കിടന്ന് ചാടണ കണ്ടപ്പോഴത്തേക്കും. അപ്പോൾ കയ്യേട്ടൊക്കെ കൊണ്ടാലോ, എന്തിനായാലും ഇത് ചത്ത് കഴിയുമ്പോൾ നമുക്ക് വെട്ടിയൊക്കെ എടുക്കാം, അല്ലെങ്കിൽ കയ്യിലൊക്കെ മുള്ള് കയറൂലേ. അപ്പോൾ നല്ല മീനാണേ. ഏതായാലും അത് കറി വെക്കാമെന്നും പറഞ്ഞ് അവിടെ വെച്ചതാണ്. അപ്പോൾ ഉണ്ടല്ലോ ബ്രാലൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വേറെ ആളുകളൊക്കെ മേടിച്ചായിരുന്നു. ബ്രാലൊക്കെ ഇത്തിരി പണിയൊക്കെ ഉള്ളതാണ്, പക്ഷേ അത് നല്ലതാണല്ലോ, മുറിവിനൊക്കെ നല്ലതാണ്. അപ്പോൾ ബ്രാലല്ല ഇന്ന് കൊണ്ടുവന്നത്, പിലോപ്പിയാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ ഓർത്ത് ഇത് ചത്ത് കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാം, അല്ലാതെ അത് ജീവനോടെ അതിനെ എന്ത് ചെയ്യാനാണ്, വാ വിളിച്ചുകൊണ്ടിരിക്കണണ്ട. അപ്പോൾ ഞാൻ ഓർത്ത് അത് പിന്നെ ആവട്ടെ, പാവം ചത്തു പോട്ടെ എന്നോർത്ത് വെച്ച്. എന്ത് ചെയ്യാനാണ്, നമുക്ക് കഴിക്കാണ്ടിരിക്കാനും പറ്റൂലല്ലോ. എന്നാൽ അത് ചാവാതെ നമുക്ക് കണ്ടിക്കാനും പറ്റൂല, അന്ന് അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച്. ഒത്തിരി ഇങ്ങനെ ഇത് മീനൊക്കെ ഉള്ളത് കൊണ്ട് ആളുകൾ ഒത്തിരി മീനൊക്കെ കൊണ്ടുപോയായിരുന്നു. കുറച്ച് മീൻ മാത്രമേ ഞങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നുള്ളൂ, ഇവിടെ അധികം ആളൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ കൊണ്ടുവന്നത് കേട്ടോ. ഈ പാടത്തൊക്കെ നമുക്കുണ്ടല്ലോ ഈ മീനൊക്കെ നല്ല ടേസ്റ്റായിരിക്കുള്ളൂ. ഇതിനെയൊക്കെ കറി വെച്ചൊക്കെ കഴിച്ചാൽ ഇങ്ങനെ വലിയ അഴുക്കൊന്നും ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ഞാനത് വെട്ടി തേച്ച് കഴിയിട്ടൊക്കെ അതൊന്ന് തിളപ്പിച്ചൊക്കെ എടുത്തായിരുന്നേ. നല്ല പച്ച മീനായത് കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായി. ചെറിയ മീനൊക്കെ ഞാനതൊന്ന് ഉപ്പൊക്കെ പുരട്ടി വെച്ച് വറുക്കാൻ വേണ്ടിയിട്ടാ. എന്നിട്ടാണ് ഞാൻ ഇത് തിളപ്പിച്ച്, നല്ല ടേസ്റ്റായിരുന്നു പച്ച മീനായതുകൊണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്, കൊള്ളാമല്ല, നല്ല ടേസ്റ്റുള്ള മീനാണെന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഇതുപോലെ കിട്ടുമെങ്കിൽ നല്ല പച്ചമീൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ ഐസൊന്നും ഇല്ലാത്തതല്ലേ, അപ്പോൾ കഴിക്കാനൊക്കെ രുചിയൊക്കെ ഉണ്ടാവും. ഇത് പാല് കറി വെക്കാനും അതുപോലെ തന്നെ തിളപ്പിക്കാനും തേങ്ങ അരക്കാനും എല്ലാം നല്ലതാണ് കേട്ടോ. പിന്നെ പാടത്തുണ്ടല്ലോ നമ്മുടെ ഉദ്ഘാടനം ചെയ്യാനായിട്ടിരിക്കുന്നത് 3-ാം തീയതിയാണ് കേട്ടോ. അപ്പോൾ ഉണ്ടല്ലോ മന്ത്രിയൊക്കെയാണ് വന്നത് ഉദ്ഘാടനത്തിന്, നമ്മുടെ രാജീവ് സഖാവുണ്ടല്ലോ, അതാണ് കേട്ടോ വന്നത്. ഇത് കണ്ട നമ്മുടെ പാടത്തെ കാഴ്ചകളാണ്. ഞാറൊക്കെ പറിച്ച് നടിയൊക്കെ വേണ്ടേ, അതിമനോഹരമായിട്ട് നിൽക്കണ കാണുമ്പോൾ തന്നെ നമുക്ക് മേലൊക്കെ കുളിർമ തോന്നണില്ലേ. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, കാരണം വർഷങ്ങൾക്ക് ശേഷമാണല്ലോ ഇങ്ങനെ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും മുന്നോട്ട്